നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഓ ഒന്നുമില്ല. എന്നാലും ഞാനേ നമ്മുടെ ക്ലാസ്സിലെ സ്കൈലിൻ്റെ വീട്ടിലെ അവസ്ഥ ആലോചിക്കുമായിരുന്നു. അവൾ ആകപ്പാടെ സങ്കടത്തിലാണ്. അവിടെ ഒപ്പയ്ക്ക് എന്തോ വലിയ അസുഖമാണെന്ന് എല്ലാവരും പറയുന്നത്. അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ നീ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നേ? നോ, നീ അങ്ങനെ പറയരുത്. എനിക്കിപ്പോൾ അവിടെ യാതൊരു വെറുപ്പുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമല്ലേ അവൾ നിന്നെക്കുറിച്ച് സാറിനോട് കുറ്റം പറഞ്ഞ് നിന്നെ വഴക്കി കേൾപ്പിച്ചത്? അതിൽ പിന്നെ എനിക്കോട് തീരെ താല്പര്യമില്ല. എടി, ആദ്യമൊക്കെ എനിക്കും അവളോട് ദേഷ്യമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് ദൈവം എന്നോട് എന്തോരം കരുണയെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവൾ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് ഞാൻ അവളോട് കരുണ കാണിക്കണ്ടേ? ഓ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഈ കാര്യം വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞേ. ഞാൻ വീട്ടിൽ പോയി ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാനും അവളും ഈശ്വര മക്കളല്ലേ, അപ്പോൾ അവൾ ചെയ്ത ചെറിയ തെറ്റ് ക്ഷമിച്ച് ഞാൻ അവളോട് കാരുണ്യം കാണിക്കണ്ടേ? ഈശോ എന്തോരം കാര്യങ്ങൾക്ക് എന്നോട് കരുണ കാണിച്ചത്. പിണങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് പിന്നെ നീ എന്ത് ചെയ്തു? ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ അവളുടെ അടുത്ത് പോയി സംസാരിച്ചു. എല്ലാം സോൾവ് ആക്കി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാ. ഓ അത് ഞാൻ അറിഞ്ഞില്ല. അവള് പക്ഷേ ഇപ്പോഴും ആകപ്പാട് സങ്കടത്തിലാ. അവളുടെ പപ്പായ്ക്ക് എന്തോ വലിയ അസുഖമാണെന്ന് എല്ലാവരും പറയുന്നത്. അതിന്റെ സങ്കടമാണെന്നാ തോന്നുന്നത്. ഇന്ന് അവൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ആ, ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കഴിക്കാതെ വിഷമിച്ചിരിക്കുക. നമുക്ക് അവളുടെ അടുത്ത് പോയി സംസാരിച്ചാലോ? നമുക്ക് അവളോട് സംസാരിക്കാം. ദൈവം നമ്മളോട് എത്ര കരുണ കാണിച്ചിരിക്കുന്നു. നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പിന്നെ എന്നെ കുറിച്ച് സ്നാക്സ് ഇരിപ്പുണ്ട്, നമുക്കത് അവൾക്ക് കൊടുക്കാം. അവൾ എന്തായാലും വിശന്നിരിക്കുമല്ലേ. പിന്നെ നമുക്ക് ഒരുമിച്ച് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. എന്നാൽ വേഗം വാ, നമുക്ക് അവളെയും കൂട്ടി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ എന്തായാലും അവളുടെ പപ്പായെ സുഖപ്പെടുത്തും, അതെനിക്കുറപ്പാ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ.